നമ്മുടെ ജീവിതം വലിയ തീരുമാനങ്ങൾ കൊണ്ടല്ല, നമ്മൾ ദിവസേന ആവർത്തിക്കുന്ന ചെറിയ ശീലങ്ങൾ കൊണ്ടാണ് രൂപപ്പെടുന്നത് എന്ന ലളിതവും ശക്തവുമായ ആശയമാണ് ജെയിംസ് ക്ലിയറുടെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം നമ്മളോട് പറയുന്നത്. ഒരു ദിവസം മാത്രം ചെയ്യുന്ന വലിയ ശ്രമങ്ങളെക്കാൾ ദിവസവും ആവർത്തിക്കുന്ന ചെറിയ പ്രവർത്തനങ്ങളാണ് നമ്മളെ പതുക്കെ പക്ഷേ ഉറച്ച രീതിയിൽ നമ്മളാകുന്ന വ്യക്തിയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ശീലങ്ങൾ നല്ലതാകുമ്പോൾ ജീവിതം മെച്ചപ്പെടുന്നു. ശീലങ്ങൾ മോശമായാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് ചക്രങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിന്റെ ഹൃദയഭാഗത്തുള്ളത് ഒരു ലളിതമായ ചോദ്യമാണ്: ശീലങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? നമ്മൾ പലപ്പോഴും കരുതുന്നത് പോലെ അത് ആത്മനിയന്ത്രണത്തിന്റെ കുറവാണോ, അല്ലെങ്കിൽ സ്വഭാവത്തിലെ ദൗർബല്യമാണോ? ജെയിംസ് ക്ലിയർ ഇതിന് നൽകുന്ന മറുപടി ആശ്വാസകരവും വ്യക്തവുമാണ്. പ്രശ്നം നമ്മളിലല്ല, നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങളിലാണ്. ശീലങ്ങൾ രൂപപ്പെടുന്നത് ഒരു നിമിഷത്തിലെ തീരുമാനത്തിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ബ്രെയിൻ ആവർത്തിച്ച് പഠിച്ചെടുത്ത ഒരു സ്വാഭാവിക ചക്രത്തിലൂടെയാണ്. ഈ ചക്രത്തെ അദ്ദേഹം ഹാബിറ്റ് ലൂപ്പ് എന്ന് വിളിക്കുന്നു. ഓരോ ശീലത്തിനും പിന്നിൽ ഒരു സൂചനയുണ്ട്. അതിനെ തുടർന്ന് ഒരു ആഗ്രഹം ഉയരുന്നു. അതൊരു പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. ഒടുവിൽ ഒരു പ്രതിഫലം ലഭിക്കുന്നു. ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് ക്യൂ, ക്രേവിംഗ്, ആക്ഷൻ, റിവാർഡ് എന്നീ 4 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ നല്ല ശീലങ്ങളും മോശം ശീലങ്ങളും ഒരുപോലെ രൂപപ്പെടുന്നത്. ഈ ചക്രം മനസ്സിലാകുമ്പോൾ എന്തിനാണ് ഞാൻ ഇങ്ങനെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി നമുക്ക് കിട്ടിത്തുടങ്ങും. അതിനാൽ ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് ശീലങ്ങളെ കുറ്റപ്പെടുത്താതെ അവയെ വിശകലനം ചെയ്യാനാണ്. അവയുടെ തുടക്കം എവിടെയാണ്? അവ നമ്മോട് എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? ഒടുവിൽ അവ നമ്മെ എവിടേക്ക് നയിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഈ ബോധ്യമാണ് യഥാർത്ഥ മാറ്റത്തിന് അടിത്തറയാകുന്നത്. ഇന്ന് നമുക്ക് ഹാബിറ്റ് ലൂപ്പ് അഥവാ ശീലചക്രത്തിന്റെ ഓരോ ഘട്ടവും, ക്യൂ മുതൽ റിവാർഡ് വരെ 4 ഘട്ടങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദമായി നോക്കാം. ശീലങ്ങൾ നമ്മളെ നയിക്കുന്ന അദൃശ്യ ശക്തി. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് ജീവിതത്തിലെ വിജയവും പരാജയവും വലിയ തീരുമാനങ്ങളുടെയും ധീരമായ പ്രവർത്തനങ്ങളുടെയും ഫലമാണ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ രൂപപ്പെടുത്തുന്നത് നാം ദിവസേന ശ്രദ്ധിക്കാതെയെങ്കിലും ആവർത്തിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്. അതാണ് ശീലങ്ങൾ. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ ദിവസത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ഭക്ഷണശീലം, സംസാര രീതി, ജോലി ചെയ്യുന്ന രീതി, ഇതെല്ലാം നമ്മൾ തീരുമാനമെടുത്ത് ചെയ്യുന്നതല്ല. അതൊരൊഴുക്ക് പോലെ സ്വാഭാവികമായി നടക്കുന്നു. ഈ ഒഴുക്കിനെയാണ് ശീലം എന്ന് വിളിക്കുന്നത്. മനുഷ്യ മസ്തിഷ്കം ഒരു അത്ഭുതകരമായ സംവിധാനമാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം ഊർജ സംരക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്ന പ്രവൃത്തികളെ അത് ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറ്റുന്നു. ചിന്തിക്കേണ്ടതില്ല, തീരുമാനിക്കേണ്ടതില്ല, ശരീരം സ്വയം പ്രവർത്തിക്കും. ഇത് നമ്മളെ കാര്യക്ഷമരാക്കുന്നു, പക്ഷേ അതേസമയം മോശം ശീലങ്ങൾക്കുള്ള വാതിലും തുറക്കുന്നു. നമ്മൾ ദിവസേന ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏകദേശം 40% ശീലങ്ങളാണ്. അതായത് നമുക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്ന സമയം വളരെ കുറവാണ്. ദിവസത്തിന്റെ ഭൂരിഭാഗം സമയങ്ങളിലും നാം നമ്മുടെ ശീലങ്ങളുടെ പിടിയിലാണ്. ഇവിടെയാണ് ഒരു പ്രധാന സത്യം വെളിപ്പെടുന്നത്. നമ്മൾ മോശമായ ശീലങ്ങളിൽ കുടുങ്ങുന്നത് നമ്മുടെ ബലഹീനത കൊണ്ടല്ല, മറിച്ച് നമ്മൾ പോലും അറിയാതെ നമുക്ക് ചുറ്റും രൂപപ്പെട്ട സംവിധാനങ്ങൾ കൊണ്ടാണ്. പലരും സ്വയം കുറ്റപ്പെടുത്തുന്നു: എനിക്ക് മനോബലം കുറവാണ്, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല. എന്നാൽ ഈ സ്വയം കുറ്റപ്പെടുത്തൽ യഥാർത്ഥ പ്രശ്നത്തെ മറയ്ക്കുകയാണ്. ഒരു വ്യക്തി ദിനംപ്രതി മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നു എങ്കിൽ അതയാൾ അലസനോ കാര്യക്ഷമതയില്ലാത്തവനോ ആയതുകൊണ്ട് മാത്രമാകില്ല. അയാൾ ജീവിക്കുന്ന അന്തരീക്ഷം, ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, നേരിടുന്ന സമ്മർദ്ദങ്ങൾ, ഇവ ചേർന്നുണ്ടാക്കിയ ഒരു ശീലമാണ്. ശീലങ്ങൾ നല്ലതായാലും മോശമായാലും അവ നമ്മെ നിശബ്ദമായി മാറ്റിക്കൊണ്ടിരിക്കും. ഒരു ദിവസം 10 മിനിറ്റ് വായന, അതൊന്നും വലിയ കാര്യമല്ലെന്ന് തോന്നാം. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ അത് അറിവിന്റെ സമ്പത്താകും. അതുപോലെ ഒരു ദിവസം 10 മിനിറ്റ് സമയം പാഴാക്കിയാൽ അത് ചെറിയതായാലും അത് ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റും. ഈ പുസ്തകം പറയുന്നത് വലിയ വിപ്ലവത്തെക്കുറിച്ചല്ല,
പകരം നമ്മളെ നയിക്കുന്ന ചെറിയ അദൃശ്യ ശക്തികളെ തിരിച്ചറിയാനും അവയോട് ദിശ മാറ്റാനുമുള്ള ശ്രമമാണ്. ശീലങ്ങളെ മനസ്സിലാക്കിയാൽ ജീവിതത്തെ മനസ്സിലാക്കാം. ശീലങ്ങളെ മാറ്റാൻ പഠിച്ചാൽ ജീവിതം തന്നെ മാറ്റാം. ഹാബിറ്റ് ലൂപ്പ്. ശീലങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? ഒരു ശീലം ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. അതിനൊരു ഘടനയുണ്ട്, ഒരു ആവർത്തന ചക്രം. ഈ ചക്രത്തെയാണ് ഹാബിറ്റ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഈ ലൂപ്പ് മനസ്സിലാക്കാതെ ഒരു ശീലവും മാറ്റാനാകില്ല. ഹാബിറ്റ് ലൂപ്പ് 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്: ക്യൂ, ക്രേവിംഗ്, ആക്ഷൻ, റിവാർഡ്. സൂചന, ആഗ്രഹം, പ്രവർത്തനം, പ്രതിഫലം. ക്യൂ. ഒരു ശീലം നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ എങ്ങനെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു എന്ന് മനസ്സിലാക്കാൻ ആദ്യം അതിന്റെ തുടക്കം എവിടെയാണ് എന്ന് നോക്കണം. ഒരു ശീലം തുടങ്ങുന്നത് എപ്പോഴും ഒരു സൂചനയോടെയാണ്. അത് ഒരു സമയമായിരിക്കാം, ബോറടിക്കൽ പോലെ ഒരു വികാരമായിരിക്കാം, ഒരു സ്ഥലമാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം. ഈ ക്യൂ നമ്മുടെ ബ്രെയിനിനോട് പറയുന്നത് ഇതാണ്: ഇപ്പോൾ ഈ കാര്യം ചെയ്യേണ്ട സമയമാണ്. ക്രേവിംഗ്. ക്യൂ വന്നതോടെ മസ്തിഷ്കത്തിൽ ഒരു ചെറിയ ആഗ്രഹം ഉയരും. ഒന്ന് ഫോൺ എടുത്താൽ, ഒരു വീഡിയോ കണ്ടാൽ മനസ്സ് ശാന്തമാകും എന്ന ചിന്ത. യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രവൃത്തിയല്ല, അതിലൂടെ ലഭിക്കുന്ന മാനസിക നിലയാണ്. അത് ആശ്വാസം, സന്തോഷം, മറവി എന്നിങ്ങനെ എന്തുമാകാം. ഈ സൂചന വന്ന ഉടനെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ തന്നെ മസ്തിഷ്കത്തിൽ ഒരു ചെറിയ ആഗ്രഹം ഉയരുന്നു. ഒരു റീൽ കണ്ടാൽ മനസ്സൊന്ന് മാറും, ഒരു ചായ കുടിച്ചാൽ സുഖം കിട്ടും എന്നൊക്കെയുള്ള ചിന്തകൾ ഈ ഘട്ടത്തിൽ ഉദിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്നത് ഫോണല്ല, വീഡിയോ അല്ല, ചായ അല്ല, അതിലൂടെ കിട്ടുമെന്ന് നമ്മൾ കരുതുന്ന മാനസിക നിലയാണ്. ആ നിമിഷത്തെ ബോറടിക്കൽ മാറണം, സമ്മർദ്ദം കുറയണം, അല്ലെങ്കിൽ മനസ്സൊന്ന് ശാന്തമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം വളരെ സൂക്ഷ്മമാണ്, അതിനാൽ തന്നെ നമ്മൾ അതിനെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകും. ആക്ഷൻ. ആഗ്രഹം ശക്തമാകുമ്പോൾ അത് നമ്മളെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. ഫോൺ കയ്യിലെത്തും, സോഷ്യൽ മീഡിയ തുറക്കും, വിരലുകൾ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ വിശപ്പില്ലാത്തപ്പോഴും എന്തെങ്കിലും കഴിക്കും. ഇതാണ് ആക്ഷൻ. സാധാരണയായി നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്നത് ഈ ഘട്ടത്തെയാണ്. എന്തിനാണ് വീണ്ടും ഫോൺ എടുത്തത്, എന്തിനിത്രയും സമയം വെറുതെ കളഞ്ഞു എന്നൊക്കെയാണ് നമ്മുടെ ഉള്ളിലെ ശബ്ദം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഇത് ശീലചക്രത്തിലെ 3ാമത്തെ ഘട്ടം മാത്രമാണ്. അതിനു മുമ്പുള്ള ക്യൂവും ക്രേവിംഗും നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ആദ്യ 2 ഘട്ടങ്ങൾ നമ്മൾ കാണുന്നില്ല, 3ാമത്തെ ഘട്ടം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യ 2 ഘട്ടങ്ങളെ നമ്മൾ അവഗണിക്കും. റിവാർഡ്. ആക്ഷന് ശേഷം ഒരു ചെറിയ സുഖം ലഭിക്കുന്നു. ഡോപ്പമൈൻ എന്ന രാസവസ്തു ബ്രെയിനിൽ ഉണ്ടാകുന്നു. ഈ സുഖമാണ് മസ്തിഷ്കത്തെ വീണ്ടും ഇതേ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ തവണയും ഈ ചക്രം ആവർത്തിക്കപ്പെടുമ്പോൾ ശീലം കൂടുതൽ ശക്തമാകുന്നു. ഇതോടെ ലൂപ്പ് പൂർണ്ണമാകും. അടുത്ത തവണ ക്യൂ വന്നാൽ നമ്മുടെ ബ്രെയിൻ നമുക്ക് ചിന്തിക്കാനുള്ള സമയം പോലും നൽകാതെ അതിവേഗത്തിൽ പഴയ പാത തന്നെ തിരഞ്ഞെടുക്കും. ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പ് തന്നെയാണ് മോശം ശീലങ്ങളെ ശക്തമാക്കുന്നത്. നമ്മൾ മോശം ശീലം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പ്രവർത്തന ഘട്ടത്തെ മാത്രം ഇല്ലാതാകാൻ നോക്കുന്നു. ഇനി ഇത് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ ക്യൂവും ക്രേവിംഗും അവിടെയുണ്ടെങ്കിൽ ഈ ലൂപ്പ് വീണ്ടും പ്രവർത്തിക്കും. ഉദാഹരണത്തിന്, ഒരാൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തോന്നുന്ന ക്ഷീണം ക്യൂ ആയേക്കാം. ആ ക്ഷീണം മാറണം എന്ന ക്രേവിംഗ് ഒന്ന് ഫോൺ എടുത്താൽ മനസ്സ് മാറും എന്ന ചിന്തയായി രൂപപ്പെടും. തുടർന്ന് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതാണ് ആക്ഷൻ. അതല്ലെങ്കിൽ അല്പം മദ്യപിക്കാം എന്ന ചിന്തയും മദ്യപാനവും. കുറച്ച് നിമിഷത്തെ ആശ്വാസമാണ് ഇതിൽ രണ്ടിലും റിവാർഡ്. അടുത്ത ദിവസം അതേ ക്ഷീണം വന്നാൽ മസ്തിഷ്കം വീണ്ടും ഇതേ വഴിയിലേക്ക് തന്നെ നയിക്കും. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും: ശീലങ്ങൾ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതോ ഒരു ദിവസം കൊണ്ട് മാറ്റാവുന്നതോ അല്ല. അവ നമ്മുടെ മസ്തിഷ്കം പഠിച്ചെടുത്ത ചക്രങ്ങളാണ്. അതിനാൽ ശീലം മാറ്റണമെങ്കിൽ പ്രവർത്തനത്തെ മാത്രം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനു മുമ്പുള്ള സൂചനയും അതിനുള്ളിലെ ആഗ്രഹവും ശ്രദ്ധിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെയാണ് യഥാർത്ഥ മാറ്റത്തിന് വാതിൽ തുറക്കുന്നത്. ഹാബിറ്റ് ലൂപ്പിനെ മുഴുവനായി കാണാതെ ഒരു ഭാഗം മാത്രം മാറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാനുള്ള പല തീരുമാനങ്ങളും പരാജയപ്പെടുന്നത്. മനോബലമല്ല പ്രശ്നം, സംവിധാനമാണ്. മോശം ശീലങ്ങൾക്കെതിരെ പോരാടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മനോബലത്തെയാണ്. ഇനി മുതൽ സെൽഫ് കൺട്രോൾ വേണം.
ഇനി ഞാൻ ശക്തനാകും എന്നൊക്കെയാണ് നമ്മുടെ തീരുമാനങ്ങൾ. എന്നാൽ മനോബലം ഒരു വിശ്വസനീയ ആയുധമല്ല എന്നതാണ് ദുഃഖകരമായ സത്യം. വിശപ്പുണ്ടാകുമ്പോൾ, ഉറക്കം കുറയുമ്പോൾ, സമ്മർദ്ദം കൂടുമ്പോഴെല്ലാം സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടും. ഒരു ദിവസം മുഴുവൻ കഠിനമായി ജോലി ചെയ്ത ഒരാൾ രാത്രി മോശം ശീലത്തിലേക്ക് വീഴുന്നത് അതുകൊണ്ടാണ്. ഇവിടെയാണ് ഒരു പ്രധാന ചിന്ത മുന്നോട്ട് വരുന്നത്. നമ്മൾ പരാജയപ്പെടുന്നത് ലക്ഷ്യങ്ങൾ ചെറുതായതുകൊണ്ടല്ല, സംവിധാനങ്ങൾ തെറ്റായതുകൊണ്ടാണ്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ തീരുമാനിച്ചു എങ്കിലും ഫോൺ എപ്പോഴും കൈവശം വെച്ചാൽ പരാജയം ഉറപ്പാണ്. ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ ആഗ്രഹിച്ചു എങ്കിലും അത് വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ തീരുമാനം തകരും. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ തുടർച്ചയായി പരീക്ഷിക്കുമ്പോൾ നമ്മുടെ മനോബലം ഒടുവിൽ കീഴടങ്ങും. ശീലങ്ങൾ വ്യക്തിയുടെ ഉള്ളിൽ മാത്രമല്ല, അവന്റെ ചുറ്റുപാടിലും ജീവിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം, നമ്മൾ കാണുന്ന വസ്തുക്കൾ, നമ്മൾ കേൾക്കുന്ന വാക്കുകൾ, ഇവയെല്ലാം ചേർന്നാണ് ശീലങ്ങൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റം വരുത്തേണ്ടത് ആദ്യം വ്യക്തിത്വത്തിൽ അല്ല, സംവിധാനത്തിലാണ്. ശീലം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത് സംഭവിക്കാനുള്ള സാധ്യത കുറയ്ക്കണം. ദോഷശീലത്തിന് വഴിയൊരുക്കുന്ന ഘടകങ്ങളെ ഒന്നൊന്നായി നീക്കം ചെയ്യണം. ഇതാണ് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനം. ഇത് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമല്ല, നമ്മളെ മോചിപ്പിക്കുന്ന ഒരു ഡിസൈൻ ബേസ്ഡ് അപ്രോച്ചാണ്. ക്യൂ മറയ്ക്കുക, ദുശ്ശീലങ്ങൾ തുടങ്ങുന്ന വാതിൽ അടയ്ക്കാം. ഒരു മോശം ശീലം പെട്ടെന്ന് ആരംഭിക്കുന്നതല്ല, അതെപ്പോഴും ഒരു സൂചനയിലൂടെയാണ് തുടങ്ങുന്നത്. ആ സൂചനയെ മനഃശാസ്ത്രം ക്യൂ എന്ന് വിളിക്കുന്നു. ക്യൂ എന്നത് ഒരു ചെറിയ സന്ദേശമാണ്, ഇപ്പോൾ പഴയ ശീലം ഓൺ ചെയ്യാം. നമ്മൾ പലപ്പോഴും മോശം ശീലത്തെ ശത്രുവായി കാണുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ശീലം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ യുദ്ധം തോറ്റുപോകുന്നത് ക്യൂ ഘട്ടത്തിലാണ്. ക്യൂ കണ്ടുകഴിഞ്ഞാൽ മസ്തിഷ്കം തീരുമാനമെടുത്തിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ തീരുമാനത്തെ ന്യായീകരിക്കലാണ്. ക്യൂ പല രൂപങ്ങളിൽ വരാം. ഒരു സമയം, രാത്രി 11 മണി. ഒരു വികാരം, ബോറടിക്കൽ, സമ്മർദ്ദം. ഒരു സ്ഥലം, കിടപ്പുമുറി, ഒറ്റയ്ക്കുള്ള യാത്ര. ഒരു വസ്തു, മൊബൈൽ ഫോൺ, TV റിമോട്ട്. ഉദാഹരണത്തിന്, ഒരാൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് സ്ഥിരമായി മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് കരുതുക. പ്രശ്നം മൊബൈൽ ഉപയോഗമല്ല, യഥാർത്ഥ ക്യൂ ഇതാണ്: കിടക്കാം പ്ലസ് ഉറങ്ങുന്നതിന് മുമ്പുള്ള നിശബ്ദത. ആ നിശബ്ദതയിൽ മസ്തിഷ്കം പഴയ ആശ്വാസമാർഗം തേടും. ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു അടിസ്ഥാന നിയമമുണ്ട്: എ ഹാബിറ്റ് കനോട്ട് ഹാപ്പൻ ഇഫ് ദ ക്യൂ ഈസ് നോട്ട് പ്രസന്റ്. ക്യൂ ഇല്ലെങ്കിൽ ശീലം പ്രവർത്തിക്കില്ല. അത് വളരെ ലളിതമാണ്, പക്ഷേ അത്രയും ശക്തമാണ്. ദോഷശീലം തകർക്കാനുള്ള ആദ്യപടി ക്യൂ മറയ്ക്കുന്നതാണ്. ഇവിടെ മനോബലമൊന്നും വേണ്ട, ശീലത്തെ എതിർക്കണമെന്ന ചിന്ത പോലും ആവശ്യമില്ല. പകരം ശീലത്തെ കാണാതാക്കണം എന്നതാണ് തന്ത്രം. മൊബൈൽ അടിമത്തം ഒരു ഉദാഹരണമായി എടുക്കാം. ഹോം സ്ക്രീനിൽ നിന്ന് സോഷ്യൽ മീഡിയ ആപ്പുകൾ റിമൂവ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് പൂർണ്ണമായി ഓഫ് ചെയ്യുക. സ്റ്റഡി റൂമിൽ ഫോണിന് പ്രവേശനം വിലക്കുക. ഇവ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷെ ഇവ ക്യൂകളെ ഇല്ലാതാക്കുകയാണ്. ക്യൂ ഇല്ലെങ്കിൽ ക്രേവിംഗ് ഉണ്ടാകില്ല. ഭക്ഷണശീലത്തിന്റെ ഉദാഹരണം നോക്കാം. ജങ്ക് ഫുഡ് വീട്ടിൽ സൂക്ഷിക്കരുത്. ആരോഗ്യമുള്ള ഭക്ഷണം നമ്മൾ കാണുന്നിടത്ത് വെക്കുക. മനുഷ്യൻ കാണുന്നതാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്ത് കഴിക്കണമെന്നത് പലപ്പോഴും നാവല്ല തീരുമാനിക്കുന്നത്, കണ്ണുകളാണ്. ക്യൂ മറയ്ക്കുമ്പോൾ നമ്മൾ സ്വയം ശക്തരാകുന്നില്ല, പകരം നമ്മുടെ പരിസ്ഥിതിയെ നമ്മുടെ പക്ഷത്തേക്ക് മാറ്റുകയാണ്. ഇതാണ് ശീലം മാറ്റുന്നതിനുള്ള ആദ്യപടി. ക്രേവിംഗ് മാറ്റുക, ആഗ്രഹത്തിന്റെ രൂപം തിരിച്ചറിയുക. ക്യൂ വന്നാൽ അടുത്ത ഘട്ടം ക്രേവിംഗ് ആണ്. ക്രേവിംഗ് എന്നത് പ്രവൃത്തിയിലേക്കുള്ള ആന്തരികമായ തള്ളലാണ്. എന്നാൽ ഇവിടെ ഒരു പ്രധാന സത്യമുണ്ട്: നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രവൃത്തിയല്ല, അതിലൂടെ ലഭിക്കുന്ന വികാരമാണ്. ഒരു വ്യക്തി നിരന്തരം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഫോൺ സ്ക്രീൻ അല്ല. അവൻ തേടുന്നത് മറവി, ആശ്വാസം അല്ലെങ്കിൽ അംഗീകാരം എന്നിവയെല്ലാം ആകാം. ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് വിശപ്പല്ല പ്രശ്നം, അത് പലപ്പോഴും സമ്മർദ്ദത്തിൽ നിന്നുള്ള രക്ഷയാണ്. ക്രേവിങ്ങിനെ തെറ്റിദ്ധരിക്കുമ്പോൾ പരിഹാരവും തെറ്റിപ്പോകും. ഇനി ഫോൺ ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് ബ്രെയിനിനെ ശിക്ഷിക്കുന്നത് പോലെയാണ്. ബ്രെയിൻ ചോദിക്കും, എങ്കിൽ എനിക്ക് ആ ആശ്വാസം എവിടെ നിന്ന് കിട്ടും? അതിനാലാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്, ക്രേവിങ്ങിനെ ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷേ റീഡയറക്റ്റ് ചെയ്യാം. ആദ്യപടി സ്വയം ചോദിക്കുക: ഈ ശീലത്തിലൂടെ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് തേടുന്നത്? റിലാക്സേഷൻ ആണോ? എസ്കേപ്പ് ആണോ? കൺട്രോൾ ആണോ? കണക്ഷൻ ആണോ?
ഇതിനുത്തരം കണ്ടെത്തിയാൽ അതേ ഭാവം നൽകുന്ന മറ്റൊരു പ്രവർത്തനം തിരഞ്ഞെടുക്കാം. ഉദാഹരണം, സ്ട്രെസ് കുറയ്ക്കാൻ 5 മിനിറ്റ് നടക്കാം. ബോർഡം മാറ്റാൻ മ്യൂസിക് അല്ലെങ്കിൽ വായന ആകാം. ആങ്കർ കുറയ്ക്കാൻ ഡീപ്പ് ബ്രീത്തിങ് അല്ലെങ്കിൽ ജേർണലിംഗ് ആകാം. ഇവ വലിയ പരിഹാരങ്ങളല്ല, പക്ഷേ ബ്രെയിനിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നിനക്ക് വേണ്ടത് ഞാൻ നൽകും, പക്ഷേ പഴയ വഴിയിലൂടെയല്ല. ക്രേവിംഗ് മാറ്റുന്നത് ശീലങ്ങൾ മാറ്റുന്നതിലെ ഏറ്റവും സൂക്ഷ്മമായ ഘട്ടമാണ്. കാരണം ഇവിടെ നമ്മൾ ബ്രെയിനിനോട് യുദ്ധം ചെയ്യുന്നില്ല, സംവദിക്കുകയാണ്. ക്രേവിംഗ് ശരിയായി മനസ്സിലാക്കിയാൽ ദോഷശീലം ഒരു ശത്രുവല്ല എന്ന് നമുക്ക് തോന്നും. അത് നിറവേറ്റപ്പെടാത്ത ഒരു ആവശ്യത്തിന്റെ തെറ്റായ മാർഗം മാത്രമാണ്. ആക്ഷൻ കഠിനമാക്കുക, എളുപ്പമുള്ള വഴികൾ അടയ്ക്കുക. നമ്മൾ പലപ്പോഴും പറയുന്നു, എനിക്ക് സെൽഫ് കൺട്രോൾ കുറവാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രവൃത്തികൾ എളുപ്പമുള്ളതായതിനാലാണ് അവ ജയിക്കുന്നത്. മനുഷ്യ മസ്തിഷ്കം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിൽ എളുപ്പമുള്ള വഴി ഏതാണ്? ദോഷശീലങ്ങൾ സാധാരണയായി എളുപ്പമാണ്. ഒരു ടാപ്പ് മതി, ഒരു സ്വൈപ്പ് മതി, ഒരു ക്ലിക്ക് മതി. അതേസമയം നല്ല ശീലങ്ങൾ, വായന, വ്യായാമം, പഠനം എല്ലാം നമ്മുടെ എഫർട്ട് ആവശ്യപ്പെടുന്നു. ഈ അസമത്വമാണ് നമ്മളെ വീണ്ടും വീണ്ടും പഴയ വഴിയിലേക്ക് തള്ളുന്നത്. അതുകൊണ്ടാണ് ശീലം മാറ്റുന്നതിലെ മൂന്നാമത്തെ തന്ത്രം ഫലപ്രദമാകുന്നത്. ബാഡ് ഹാബിറ്റിനെ കഠിനമാക്കുക, നല്ല ഹാബിറ്റുകൾ എളുപ്പമാക്കുക. ഇവിടെ മനോബലമല്ല പ്രധാനപ്പെട്ടത്, ഫ്രിക്ഷൻ ആണ് ആയുധം. ഉദാഹരണങ്ങൾ: സോഷ്യൽ മീഡിയയ്ക്ക് ആപ്പ് ബ്ലോക്കർ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ പാസ്വേഡ് മറ്റൊരാളോട് സെറ്റ് ചെയ്യാൻ പറയുക. ഫോൺ ഗ്രേ സ്കെയിൽ മോഡിൽ വെക്കുക. ഭക്ഷണശീലം മാറ്റാൻ ജങ്ക് ഫുഡ് വാങ്ങാൻ എക്സ്ട്രാ എഫർട്ട് ഉണ്ടാക്കുക. ആപ്പുകൾ കളയുക. ഹെൽത്തി ഫുഡ് ഇമ്മീഡിയറ്റ് ആക്സസിൽ ഉണ്ടാകണം. ഇത്തരമൊരു ചെറിയ ഫ്രിക്ഷൻ പോലും ബ്രെയിനിനെ വീണ്ടും ചിന്തിപ്പിക്കും. മോശം ശീലങ്ങളിലേക്ക് പോകുന്നത് തടയാനാകും. ഇതിപ്പോൾ ചെയ്യണോ എന്ന ചോദ്യത്തിന് ഇടവരുത്തുക, അത്രയേ വേണ്ടൂ. അതുപോലെ തന്നെ നല്ല ശീലങ്ങളെ എളുപ്പമാക്കണം. പുസ്തകം കിടക്കക്കരികിൽ, പഠിക്കാനുള്ള പുസ്തകങ്ങൾ മേശയ്ക്ക് മുകളിൽ. നമ്മൾ സ്വഭാവം മാറ്റുന്നില്ല, നമ്മൾ വഴികൾ മാറ്റുകയാണ്. ആക്ഷൻ കഠിനമാക്കുമ്പോൾ ദോഷശീലങ്ങൾ തളരും. കാരണം അതിനി ഓട്ടോമാറ്റിക് അല്ല. ഓരോ തവണയും എക്സ്ട്രാ എഫർട്ട് ആവശ്യപ്പെടുമ്പോൾ ബ്രെയിൻ പുതിയ വഴികൾ തേടും. റിവാർഡ് ഇല്ലാതാക്കുക. മോശം ശീലങ്ങളെ വീണ്ടും വരാൻ അനുവദിക്കാതിരിക്കുക. ഒരു ശീലം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എങ്കിൽ അതിനു പിന്നിൽ ഒരു ലളിതമായ കാരണമുണ്ടാകും: പ്രതിഫലം. ഒരു പ്രവൃത്തിക്ക് ശേഷം സന്തോഷമോ ആശ്വാസമോ ലഭിച്ചാൽ ബ്രെയിൻ അത് ഒരു നല്ല തീരുമാനമായി അടയാളപ്പെടുത്തും. അതിനാലാണ് ശീലങ്ങൾ ശക്തമാകുന്നത്. ദോഷശീലങ്ങളെ തകർക്കാനുള്ള നാലാമത്തെ ഘട്ടം ശീലത്തെ തടയലല്ല, അതിന് ലഭിക്കുന്ന പ്രതിഫലം ഇല്ലാതാക്കലാണ്. റിവാർഡ് ഇല്ലെങ്കിൽ ബ്രെയിൻ അതിനെ വീണ്ടും തിരയില്ല. പലപ്പോഴും പ്രതിഫലം പുറത്ത് കാണുന്നില്ല. സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ റിവാർഡ് ഒരു ലൈക്കല്ല, അതൊരു താൽക്കാലിക അംഗീകാരമാണ്. ജങ്ക് ഫുഡ് കഴിക്കുന്നതിന്റെ റിവാർഡ് രുചിയല്ല, അത് സ്ട്രെസ്സിൽ നിന്ന് കിട്ടുന്ന ചെറിയ രക്ഷയാണ്. ഇത്തരം ചെറിയ പ്രതിഫലങ്ങളാണ് ശീലങ്ങളെ ജീവനോടെ നിലനിർത്തുന്നത്. റിവാർഡ് ഇല്ലാതാക്കാൻ ആദ്യം വേണ്ടത് സത്യസന്ധതയാണ്. ഒരു പ്രവൃത്തിക്ക് ശേഷം സ്വയം ചോദിക്കുക, ഇത് ചെയ്തതിന് ശേഷം ഞാൻ യഥാർത്ഥത്തിൽ സന്തോഷവാനാണോ? പലപ്പോഴും ഉത്തരം ഇല്ല എന്നായിരിക്കും. പകരം ഗിൽട്ട്, ശൂന്യത, സമയം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ ഇവയാകും നമുക്കുണ്ടാകുക. ഈ സത്യത്തെ എഴുതി വെക്കുന്നത് വളരെ ശക്തമായ ഒരു മാർഗമാണ്. ഇന്ന് എൻ്റെ സമയം പാഴായി, എനിക്ക് എന്താണ് കിട്ടിയത്? ഒന്നുമില്ല. ഇത് ബ്രെയിനിനെ ശിക്ഷിക്കുന്നില്ല, ബോധവൽക്കരിക്കുകയാണ്. ഇത് സുഖം നൽകുന്നില്ല എന്ന സന്ദേശം പതുക്കെ പതുക്കെ ബ്രെയിനിൽ പതിയുന്നു. അടുത്ത തന്ത്രം അക്കൗണ്ടബിലിറ്റിയാണ്. ദോഷശീലങ്ങൾ ഒളിച്ചാണ് വളരുന്നത്. വെളിച്ചത്തിൽ വന്നാൽ അവയ്ക്ക് ശക്തി നഷ്ടപ്പെടും. ഒരാൾക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ടാകണം, ഇന്ന് നീ ആ മോശം ശീലം ആവർത്തിച്ചോ? ഒരു ഹാബിറ്റ് ട്രാക്കർ, ഒരു സുഹൃത്ത്, പരസ്യമായ ഒരു പ്രഖ്യാപനം, ഇവയെല്ലാം റിവാർഡിനെ നെഗറ്റീവാക്കും. ഇത് ചെയ്താൽ ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന ബോധം തന്നെ ബ്രെയിനിനെ മോശം ശീലങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കും. റിവാർഡ് ഇല്ലാതാക്കുമ്പോൾ നമ്മൾ ബ്രെയിനിനെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നു. ഈ വഴി നല്ലതല്ല, ഇതെനിക്ക് നഷ്ടങ്ങളുണ്ടാക്കും. ഐഡന്റിറ്റി ഷിഫ്റ്റ്, ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന്റെ ശക്തി. നമ്മൾ ശീലങ്ങളെ സാധാരണയായി പുറത്തു നിന്നാണ് കാണുന്നത്. ഞാൻ എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ശീലങ്ങൾ വളരുന്നത് അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു സ്ഥലത്താണ്, ഐഡന്റിറ്റി അഥവാ ഞാൻ ആരാണ് എന്ന വിശ്വാസത്തിൽ. ഒരു വ്യക്തി
സ്വയം ഞാൻ ലേസിയാണ് എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന ശീലങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ വളരുക. മറിച്ച് ഞാൻ ഡിസിപ്ലിൻഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ചെറിയ ശ്രമങ്ങൾ പോലും ആ ഐഡന്റിറ്റിയെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കും. ജെയിംസ് ക്ലിയർ പറയുന്ന ഏറ്റവും ശക്തമായ ആശയം ഇതാണ്: എവറി ആക്ഷൻ ഈസ് എ വോട്ട് ഫോർ ദ ടൈപ്പ് ഓഫ് പേഴ്സൺ യു വിഷ് ടു ബിക്കം. ഓരോ ചെറിയ പ്രവൃത്തിയും ഒരു വോട്ടാണ്. ഒരു ദിവസം വായിച്ചാൽ ഞാൻ വായനക്കാരനാണ് എന്ന ഐഡന്റിറ്റിക്ക് ഒരു വോട്ട്. ഒരു ദിവസം വ്യായാമം ചെയ്താൽ ഞാൻ ആരോഗ്യത്തെ മാനിക്കുന്ന ആളാണ് എന്ന ഐഡന്റിറ്റിക്ക് ഒരു വോട്ട്. ദോഷശീലങ്ങൾ വിടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് ഇനി ഇത് ഞാൻ ചെയ്യില്ല എന്നാണ്. ഇതൊരു നെഗറ്റീവ് ഐഡന്റിറ്റിയാണ്. ബ്രെയിനിന് ഇത് വ്യക്തമായ ദിശ നൽകുന്നില്ല. പകരം പറയേണ്ടത് ഞാൻ ഈ തരത്തിലുള്ള ആളല്ല എന്നാണ്. സ്മോക്കിംഗ് വിടണം എന്നതിന് പകരം ഞാൻ ആരോഗ്യത്തെ മാനിക്കുന്ന ആളാണ് എന്ന് തീരുമാനിക്കണം. ഫോൺ ഉപയോഗം കുറയ്ക്കണം എന്നതിന് പകരം ഞാൻ ഫോക്കസ് ഉള്ള വ്യക്തിയാണ് എന്ന് തീരുമാനിക്കണം. ഇത്തരം ഐഡന്റിറ്റി ഷിഫ്റ്റ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, പക്ഷേ ഓരോ ചെറിയ തീരുമാനവും അതിനെ ശക്തിപ്പെടുത്തും. ഐഡന്റിറ്റി മാറുമ്പോൾ ശീലങ്ങൾ സ്വാഭാവികമായി മാറും. കാരണം ബ്രെയിൻ എപ്പോഴും ചോദിക്കുന്നത് ഇതാണ്: ഞാൻ വിശ്വസിക്കുന്ന ആളെപ്പോലെ ഞാനിപ്പോൾ പെരുമാറുന്നുണ്ടോ? ഇവിടെയാണ് ചെറിയ ശീലങ്ങളുടെ വലിയ ശക്തി. വലിയ മാറ്റം ഒരു ദിവസം കൊണ്ട് കൊണ്ടുവരാനാകില്ല, പക്ഷേ ഐഡന്റിറ്റിയെ പിന്തുണയ്ക്കുന്ന ചെറിയ പ്രവർത്തനങ്ങൾ ദിവസേന ചെയ്യുന്നതിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കാം. 1% നിയമം: ചെറുതായ മാറ്റങ്ങളുടെ മഹത്തായ ഫലം. മനുഷ്യൻ പലപ്പോഴും മാറ്റത്തെ ഒരു വലിയ സംഭവമായി കണക്കാക്കുന്നു. എല്ലാം ഒരുമിച്ച് മാറ്റണം, പുതിയ ജീവിതം തുടങ്ങണം എന്ന ചിന്തകൾ നമ്മളെ ആവേശത്തിലാക്കും. പക്ഷേ അതേ ആവേശമാണ് കുറച്ചു ദിവസം നമ്മളെ തളർത്തുന്നതും. ഇതിന് പകരമായി അറ്റോമിക് ഹാബിറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ലളിതമായ തത്വമാണ്: 1% റൂൾ. ഒരു ദിവസം 1% മെച്ചപ്പെട്ടാൽ അത് കാണാൻ പോലും കഴിയില്ല. പക്ഷേ 365 ദിവസം കഴിഞ്ഞാൽ ആ ചെറിയ മാറ്റം നമ്മളെ 37 മടങ്ങ് മുന്നോട്ട് നയിക്കും. അതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി. ദോഷശീലങ്ങൾ നമ്മളെ തകർക്കുന്നതും ഇതേ രീതിയിലാണ്. ഒരു ദിവസം 1% തെറ്റായ ദിശയിൽ പോയാൽ വർഷങ്ങൾക്കപ്പുറം അത് വലിയ നഷ്ടമാകും. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങളെ അവഗണിക്കരുത് എന്ന് പറയുന്നത്. ദിവസവും 10 മിനിറ്റ് വായന, ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് സെൽഫ് റിഫ്ലക്ഷൻ, ദിവസവും ഒരു ഹെൽത്തി ചോയ്സ്. ഇത്തരം ചെറിയ തീരുമാനങ്ങൾ ജീവിതം മാറ്റുന്ന വലിയ പ്രവർത്തികളല്ല, പക്ഷേ ഇവയാണ് ഐഡന്റിറ്റി നിർമ്മിക്കുന്ന ഇഷ്ടികകൾ. ശീലങ്ങൾ നമ്മളെ മാറ്റുന്നത് ശബ്ദമില്ലാതെ പതുക്കെ ആണ്. വലിയ മാറ്റം പ്രതീക്ഷിക്കാതെ ചെറിയ സ്ഥിരത നിത്യവും സ്വീകരിക്കുന്നവരാണ് ഒടുവിൽ ജയിക്കുന്നത്. ലൂപ്പ് തകർത്തുള്ള ജീവിതം: ചെറിയ മോചനങ്ങളുടെ വലിയ സ്വാതന്ത്ര്യം. ഒരു ശീലം വിടുന്നത് ഒരൊറ്റ പ്രവൃത്തിയെ മാത്രം നിർത്തുന്നതല്ല, അത് ഒരു പ്രത്യേക ജീവിത രീതിയിൽ നിന്നുള്ള മോചനമാണ്. നമ്മൾ ഇതുവരെ കണ്ടതുപോലെ ദോഷശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നതല്ല. അവ രൂപപ്പെടുന്നത് സൂചനകളിലൂടെയും ആഗ്രഹങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രതിഫലങ്ങളിലൂടെയുമാണ്. അതിനാൽ തന്നെ അവയെ തകർക്കുന്നതും ഒരു ദിവസം കൊണ്ടാവണമെന്നില്ല. ഈ പുസ്തകത്തിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ദോഷശീലങ്ങൾ നമ്മുടെ ദൗർബല്യത്തിന്റെ തെളിവല്ലെന്ന് മനസ്സിലാക്കി. മനോബലക്കുറവല്ല പ്രശ്നം എന്ന് മനസ്സിലാക്കി. നമ്മൾ കുടുങ്ങിയിരിക്കുന്നത് ഒരു ലൂപ്പിലാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് തന്നെ ഒരു മോചനമാണ്. കാരണം കുറ്റബോധം മാറുമ്പോൾ ഉത്തരവാദിത്തം ബുദ്ധിപൂർവമായ രൂപത്തിലേക്ക് മാറും. ഞാൻ മോശമാണ് എന്ന ചിന്തയ്ക്ക് പകരം എൻ്റെ സംവിധാനത്തിൽ പിഴവുണ്ട് എന്ന ബോധം വരും. അതാണ് മാറ്റത്തിൻ്റെ തുടക്കം. ലൂപ്പ് തകർത്ത ശേഷം ജീവിതം പെട്ടെന്ന് സുന്ദരമാകുമോ? ഇല്ല. എല്ലാ ദിവസവും ജയമുണ്ടാകുമോ? ഇല്ല. പക്ഷേ ഒരു വലിയ മാറ്റമുണ്ടാകും: അവബോധം. ഇനിയൊരു ദോഷശീലത്തിലേക്ക് വീണാൽ പോലും നമ്മൾ അറിയും, ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്, ഏത് ക്യൂ ആണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് തേടിയത്. ഈ ബോധം തന്നെ പഴയ ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്കുള്ള പാലമാണ്. ലൂപ്പ് തകർത്തതിനു ശേഷമുള്ള ജീവിതം വലിയ ശബ്ദമുള്ള വിജയങ്ങളാൽ നിറഞ്ഞതാകണമെന്നില്ല, പക്ഷേ അത് ശാന്തമായ ആത്മവിശ്വാസം നൽകും. എനിക്കെന്നെ നിയന്ത്രിക്കാം എന്ന ഉറച്ച വിശ്വാസം, അത് വലിയ നേട്ടങ്ങളെക്കാൾ വിലയേറിയതാണ്. നമ്മൾ ഇനി മനസ്സിലാക്കണം, മാറ്റം ഒരു ഇവന്റ് അല്ല, അതൊരു പ്രോസസ്സാണ്. ഒരു ദിവസം ദോഷശീലം വിട്ടാൽ അടുത്ത ദിവസം അത് വീണ്ടും വന്നേക്കാം. അത് പരാജയമല്ല, അത് മനുഷ്യന്റെ സ്വഭാവമാണ്. പ്രധാനപ്പെട്ടത് നമ്മൾ വീണ്ടും ആ ലൂപ്പിലേക്ക് മുഴുവനായി വീഴുന്നുണ്ടോ എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ തടയുന്നുണ്ടോ എന്നതാണ്. ഇനി മുതൽ ജീവിതം ഒരു യുദ്ധമായി കാണേണ്ടതില്ല.
നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശത്രുവല്ല, അത് വെറും ഒരു സർവൈവൽ മെഷീനാണ്, എളുപ്പമുള്ള വഴികൾ തേടുന്ന ഒരു യന്ത്രം. നമ്മൾ ചെയ്യേണ്ടത് ആ മെഷീന് പുതിയ വഴികൾ കാണിച്ചു കൊടുക്കുക മാത്രമാണ്. ക്യൂ മറയ്ക്കുമ്പോൾ നാം ശാന്തത നേടും. ക്രേവിംഗ് മാറ്റുമ്പോൾ നാം ആത്മനിയന്ത്രണം പഠിക്കും. ആക്ഷൻ കഠിനമാക്കുമ്പോൾ നാം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കും. റിവാർഡ് ഇല്ലാതാക്കുമ്പോൾ നാം സത്യസന്ധരാകും. ഐഡന്റിറ്റി മാറ്റുമ്പോൾ നാം പുതിയ ഒരാളായി മാറും. 1% റൂൾ സ്വീകരിക്കുമ്പോൾ നാം ക്ഷമയുള്ളവരാവും. ഇതെല്ലാം ചേർന്നാണ് ഒരു പുതിയ ജീവിതം രൂപപ്പെടുന്നത്. വലിയ തീരുമാനങ്ങളില്ലാതെ, വലിയ പ്രഖ്യാപനങ്ങളില്ലാതെ, ചെറിയ നിശബ്ദമായ മാറ്റങ്ങളിലൂടെ. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്ന ഹാബിറ്റ് ലൂപ്പ് എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് തന്നെ ഒരു ചോദ്യം ചോദിക്കണം: എൻ്റെ ജീവിതത്തിലെ ഏത് ലൂപ്പാണ് ഞാൻ ആദ്യം തകർക്കുന്നത്? അത് ചെറിയ ഒരു ലൂപ്പായിരിക്കാം, ഒരു ചെറിയ ശീലം, ഒരു ചെറിയ തീരുമാനം. പക്ഷേ ഓർക്കുക, ചെറിയ മാറ്റങ്ങളാണ് ഒടുവിൽ വലിയ ജീവിതങ്ങളെ നിർമ്മിക്കുന്നത്.